ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദി ഈഗർലി അവൈറ്റഡ് ക്യാമറ സെൻട്രിക് ഡിവൈസ് ആണ്. ക്യാമറയിലെ കേമൻ എന്നൊക്കെ വിളിക്കാവുന്ന വിവോന്റെ എക്സ് സീരീസ്. അപ്പോൾ കഴിഞ്ഞ വർഷം വിവോ ഈ വർഷം ആദ്യം വിവോ ഇറക്കിയ വിവോ X100ഉം X100 Pro ആയിരുന്നു വന്നത്. എന്നാൽ ഈ വർഷത്തെ അതേ 2025 ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ വിവോ X200 സീരീസിലെ ഒരു ഡിവൈസാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിവോ X200 സീരീസിന് രണ്ട് ഡിവൈസാണ്, വിവോ X200 Pro, വിവോ X200. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ വിവോ X200 ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും അതിനൊപ്പം തന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. ഇതിന്റെ ക്യാമറ സാമ്പിൾസ്, ക്യാമറ സെൻട്രിക് ഡിവൈസ് ആണല്ലോ, അറിയാലോ. അപ്പോൾ സൈസ് ഒപ്റ്റിക്സ് ഒക്കെ വെച്ച് ട്യൂൺ ചെയ്ത് അടിപൊളി കിടുക്കാച്ച് ക്യാമറയാണ്. അതിനൊപ്പം തന്നെ സെമി സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി സെറ്റപ്പ് ഉണ്ട്. 5800 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അതിനൊപ്പം തന്നെ ഡിസ്പ്ലേ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഡിമെൻസിറ്റി 9400 ചിപ്പാണ് വരുന്നത്. അപ്പോൾ എല്ലാം തന്നെ വിശദമായി പറയും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ X200 എഴുതിയതാണ്, കോ എഞ്ചിനീയർഡ് വിത്ത് സൈസ് എഴുതിയതാണ്. അപ്പോൾ എല്ലാ കൊല്ലത്തെയും പോലെ സൈസ് ഒപ്റ്റിക്സോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ ബോക്സ് നമ്മൾ ഓൾറെഡി തുറന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നാച്ചുറൽ ഗ്രീൻ ആണ് കളർ. 12256 GB സ്റ്റോറേജ് ആണ്. പിന്നെ ഒരു 16 GB സ്റ്റോറേജ് വേരിയന്റും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് സാർ വാല്യൂ ഉണ്ടല്ലേ, ഹെഡ് സാർ 1ഉം ബോഡി സാർ 0.78 ആണ് വരുന്നത്. അപ്പോൾ എല്ലാം തന്നെ 100 ലിമിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് കിട്ടുന്നത് ഫോണാണ്. ഫോണൊന്ന് ജസ്റ്റ് മാറ്റി വയ്ക്കാം. ഇതൊരു ഗ്രീൻ കളറാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇതും കൂടെ മാറ്റി വയ്ക്കാം. അപ്പം നമുക്കിവിടെ രണ്ട് ബോക്സാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് സിം ഇജക്ടർ പിന്നും ഒരു സിം ഇജക്ടർ പിന്നും ഇവിടെ കാണാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ്. ഇതല്ലേ, റെഗുലർ TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു X200 സീരീസിൻ്റെ ഒരു കാർഡ് കാണാം. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, മാനുവൽ വാറണ്ടി, അങ്ങനത്തെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബോക്സിനകത്താണ് ചാർജർ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 90 watt അഡാപ്റ്ററാണ്. ഇതല്ലേ, 90 watt അഡാപ്റ്ററാണ്. USB Type A ആണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. Type A to Type C ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പുറത്ത് ഒരു ചാർജിങ് കേബിളാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ഫോൺ പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വിവോ X200. അപ്പോൾ നമുക്കിവിടെ ബാക്കിൽ ഗ്രീൻ കളർ കാണാം. ഒരു ഗ്ലാസ് ഫിനിഷാണ്, വിവോൻ്റെ ബ്രാൻഡിങ് കാണാം. ഈ ക്യാമറ യൂണിറ്റിന് ചുറ്റും തന്നെ ഒരു സ്റ്റീൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അലുമിനിയം ഫ്രെയിമാണ്. ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം ബട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല, മുകൾ ഭാഗത്തും ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴത്ത് സിം ട്രേ, USB Type C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് മാത്രമാണുള്ളത്. അപ്പോൾ വളരെ സ്ലിം ആണ്. അറൌണ്ട് 7.9 grams 7.9 mm ആണ് തിക്നെസ് വരുന്നത്. ഇതിന്റെ വെയിറ്റ് ഈ കളറിന് 202 grams ആണ്. ബ്ലാക്ക് കളറിന് 197 grams വരുന്നത്. പക്ഷെ നല്ല കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ്, നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ നല്ല സ്ലിം ഫോം ഫാക്ടർ ആണ്. പിന്നെ നമുക്ക് ഇവിടെ LED ഫ്ലാഷ് ആണ്. ഈ ക്യാമറ യൂണിറ്റിന്റെ പ്രൊജക്ഷൻ ഉണ്ട്, അത്രയ്ക്ക് അധികമില്ല, കുറേയും കൂടി റിഫൈൻഡ് ആണ്. കഴിഞ്ഞ വർഷത്തെക്കാളും ഡെഫിനറ്റ്ലി റിഫൈൻഡ് എന്ന് പറയാം. ഡിസൈൻ ഡെഫിനറ്റ്ലി റിഫൈൻഡ് ആയിട്ട് ഇരിക്കുന്നു. പിന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നല്ലതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഗ്ലാസ് ഫിനിഷ് ആണ്. ഡിസ്പ്ലേ ഷോർട്ട് സെൻസേഷൻ ഗ്ലാസ് ആണ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരുപാട് വെയിറ്റ് ഒന്നും ആക്ച്വലി തോന്നത്തില്ല. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബെസൽസ് നോക്കി, വളരെ മിനിമൽ ബെസൽസ് ആണ്. അത് മാത്രമല്ല ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. 4 സൈഡും കർവ്ഡ് ആണ്. ഈ സൈഡും മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ തന്നെ കർവ്ഡ് ആണ്. അപ്പോൾ ഡിസൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷും ആണ് വരുന്നത്. ഒരു പ്രീമിയംനെസ് ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും. അതിനൊപ്പം തന്നെ ഡിസ്പ്ലേ സൈസും ഇത്തവണ വളരെ കോമ്പാക്ട് ആണ്. 6.67 inches ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും നല്ലതാണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാഡ് കർവ് ഡിസ്പ്ലേന് DC ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട്. PWM ലോ ബ്രൈറ്റ്നസ് വേണ്ടിയിട്ടുള്ളത് 460 pixels per inch ആണ്. 100% DCI-P3 വൈറ്റ് കളർ ഗ്യാമറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 4500 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. റെസൊല്യൂഷൻ ആണ് 2800x1260 ആണ്. 1 billion കളേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. HDR10+, നെറ്റ്ഫ്ലിക്സിനും HDR സപ്പോർട്ട് ഉണ്ട്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ ക്വാളിറ്റി. ഡിസ്പ്ലേയുടെ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്ത് ആണ്. അതിനൊപ്പം തന്നെ മൂവീസ് ഒക്കെ കാണുന്നതിന് വളരെ ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ഉണ്ട്. നല്ല കളേഴ്സും പഞ്ചി കളേഴ്സും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ക്വാഡ് കർവ് ഡിസ്പ്ലേ വരുന്നത്. ഇനി
ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും കണ്ടു, നമ്മൾ ഡിസ്പ്ലേയും കണ്ടു. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് Android 14 അവിടുത്തെ ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ കണ്ടില്ല, ഇതാണ് ഫണ്ടച്ച് OS 15. കുറച്ച് ചേഞ്ചസ് ഉണ്ട് ഡെഫിനറ്റ്ലി, എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് റിഫൈൻഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. നല്ലതാണ്, എന്നാലും കുറേ കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. നോട്ടിഫിക്കേഷൻ ടോഗിൾ ഏറെക്കുറെ സിമിലർ ആണ്, വലിയ ചേഞ്ചസ് ഒന്നുമില്ല. എന്നാൽ സെറ്റിംഗ്സ് പാനലിൽ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഫണ്ടച്ച് OS 15, Vivo X200, Dimensity 9400, ഒക്ടോകോ പ്രോസസർ, 12GB RAM, 256GB സ്റ്റോറേജുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗ്രൂപ്പിംഗ് ഒക്കെ ഉണ്ടല്ലേ, കുറച്ചും കൂടി റിഫൈൻഡ് ആണ്. ഫോൺസ് ഒക്കെ കുറച്ചും കൂടി ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോം സ്ക്രീൻ, ലോക്ക് സ്ക്രീൻ, വാൾപേപ്പറിൽ അഡീഷണൽ ഓപ്ഷൻസ് കാണാം. അതിനൊപ്പം തന്നെ ഇവിടെ നമുക്ക് AOD ഉണ്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, സിമ്പിൾ മോഡ്, ഫോൺസ് ഒക്കെ സെലക്ട് ചെയ്യാം. അതേപോലെ ഡൈനാമിക് എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ടോഗിൾസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ അൾട്രാ ഗെയിം മോഡ് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ UI എക്സ്പീരിയൻസ് ഒക്കെ ആണെന്ന് വെച്ചാൽ ബ്ലോട്ട് ബേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ബ്ലോട്ട് ബേസ് ഉണ്ട്, ഫോൺ പേ ഉണ്ട്, അതേപോലെ ലിങ്ക്ഡിൻ, അങ്ങനത്തെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്, ഈസി ഷെയർ. പക്ഷേ ബാക്കിയുള്ള ആപ്സ് ഒക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താട്ടോ. അപ്പോൾ മിന്ത്ര ഉണ്ട്, അങ്ങനെ കുറച്ച് നെറ്റ്ഫ്ലിക്സ്, ഇതൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ലിങ്ക്ഡിന്, ബാക്കി കുറേ ആപ്സ് ഞാൻ ഇൻസ്റ്റാൾഡ് ആണ്. എന്നാലും ബ്ലോട്ട് ബേസ് കുറച്ചുണ്ട്, ഏറെക്കുറെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്, എന്നാലും കുറച്ച് ബ്ലോട്ട് ബേസ് ഉണ്ട്, അത് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി എക്സ്പീരിയൻസ് നല്ലതാണ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. ഇതിൻ്റെ അപ്ഡേറ്റ് സൈക്കിൾ എത്രയാണെന്നുള്ളത് വിവോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പ്രോബ്ലി എനിക്ക് അപ്ഡേറ്റ് കിട്ടുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്ഡേറ്റ് സൈക്കിളിൻ്റെ കാര്യം. എന്നാലും ലേറ്റസ്റ്റ് Android 15 ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഫണ്ടച്ച് OS 15 വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ അൺബോക്സിങ് ചെയ്തു, ഡിസൈനും ഡിസ്പ്ലേക്ക് കുറിച്ച് പറഞ്ഞു, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും പറഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയത് പെർഫോമൻസ് ആണ്. ഏതൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിനും പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫോമൻസ് പറഞ്ഞാൽ റോ പെർഫോമൻസ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് പെർഫോമൻസ് മാത്രമല്ല, അതിനൊപ്പം തന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവരുത്, അതേപോലെ സസ്റ്റെയിൻ പെർഫോമൻസ് തരണം എന്നൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇതിനകത്ത് വരുന്നത് Dimensity 9400 ചിപ്പാണ്, ഒരു 3 നാനോമീറ്റർ ചിപ്പാണ്. അതിനൊപ്പം തന്നെ 12GB റാമും 256GB സ്റ്റോറേജാണ് വരുന്നത്. LPDDR5X റാമും UFS 4.0 വരുന്നത്. വേറൊരു വേരിയന്റും കൂടെ ഉണ്ട്, 16/512 വേരിയന്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബേസ് വേരിയന്റിന് 12/256 ഉണ്ട്, അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. ഇനി Dimensity 9400 അടിപൊളി ചിപ്പാണ്, നല്ല ഒരു സോളിഡ് എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന ഒരു ചിപ്പാണ്, പെർഫോമൻസിന്റെ കാര്യത്തിൽ നല്ലതാണ്. ഇനി റോ ബെഞ്ച് മാർക്ക് സ്കോർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 23 lakhs ആണ് റോ ബെഞ്ച് മാർക്ക് സ്കോർ. ഇൻഫാക്ട് 26 lakhs ഒക്കെ വരെ പോയ ഡിവൈസസ് ഉണ്ട് ഡിമെൻസിറ്റിന്റെ, എന്നാൽ ഇതിൽ വരുന്നത് 23 lakhs ആണ് അപ് ടു വരുന്നത്. പിന്നെ സ്റ്റോറേജ് ടെസ്റ്റ് നിങ്ങൾക്ക് കാണാം, വളരെ സ്ട്രോങ് ആൻഡ് എന്താ പറയുക സോളിഡ് എക്സ്പീരിയൻസ് ആണ് സ്റ്റോറേജ് ടെസ്റ്റിൽ തരുന്നത്. അപ്പം ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ ഇതിന് ഞാൻ എന്താ പറയുക നമ്മുടെ പെർഫോമൻസ് ടെസ്റ്റിംഗ് കൂടി ചെയ്ത്, അതായത് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് അങ്ങനത്തെയൊക്കെ ചെയ്തിട്ടും ഹീറ്റിംഗ് ഇഷ്യൂസ് ഇല്ല എന്നുള്ളതാണ്. അതായത് സസ്റ്റെയിൻ പെർഫോമൻസ് തരാൻ സാധിക്കും. അറൗണ്ട് മാക്സിമം പോയത് എനിക്ക് തോന്നുന്നു 43 ഡിഗ്രി വരെയാണ് ഇത്രയും സ്ട്രെസ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പോയത്. അപ്പോൾ അത് നല്ലൊരു സിഗ്നലാണ്, കാരണം തെർമൽസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1.5 ആഴ്ചയോളായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി, 1.5-2 ആഴ്ചയോളായി യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല, ക്യാമറ ഹാങ് ആവുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല, ക്യാമറ പ്രോസസ്സിങ് അങ്ങനത്തെ കാര്യത്തിലെല്ലാം തന്നെ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ പെർഫോമൻസ് ഓവറോൾ നല്ലതാണ്, ഗെയിമിംഗ് കളിക്കാനും നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ സ്ലിം ആകുമ്പോൾ നമുക്ക് തോന്നും തെർമൽസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ നല്ല രീതിയിലാണ് തെർമൽസും മാനേജ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, എപ്പോഴത്തെ പോലെ വളരെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആണ്. ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ടാണ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല, വളരെ എന്താ പറയുക നല്ല സിഗ്നൽ സ്ട്രെങ്ത്തും ഇത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിൽ ഒരു ഇഷ്യൂസും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ ക്യാമറാസിലോട്ട് പോകാം. ഒബ്വിയസ്ലി ക്യാമറ അറിയാമല്ലോ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് ക്യാമറ. എന്താ പറയുക, അത് പ്രത്യേകിച്ച് വിവോൻ്റെ X സീരീസ് ഇപ്പോൾ ക്യാമറയ്ക്ക് ഏറ്റവും അടിപൊളി ഡിവൈസ് എന്ന് പറയാവുന്നത് വിവോൻ്റെ X സീരീസ് ആണ്. എല്ലാവരും ക്യാമറ സെൻട്രിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സാംസങ് ഐഫോൺ റെക്കമെൻഡ് ചെയ്തിട്ടെങ്കിൽ ഇപ്പോൾ ഷവോമിൻ്റെ സീരീസും അതേപോലെ വിവോൻ്റെ X സീരീസുമാണ് ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ. കാരണം അത്രയും നല്ല അടിപൊളി ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. സൈസ് ഒപ്റ്റിക്സ് ആണ്, 50 മെഗാപിക്സൽ ക്യാമറയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാമറ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈമറി VCS ക്യാമറയാണ്, ട്രൂ കളർ മെയിൻ ക്യാമറയാണ്, 50 മെഗാപിക്സൽ, സോണി IMX 921 സെൻസറാണ്, f1.57 ആണ് അപ്പർച്ചർ വരുന്നത്, 23mm ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് ആണ്. സൈസ് ടെലിഫോട്ടോ ക്യാമറയുടെ സെക്കൻഡറി ക്യാമറ 50 മെഗാപിക്സൽ, സോണി IMX 882 ആണ് സെൻസർ വരുന്നത്, f2.57 അപ്പർച്ചർ ആണ്, 3x ഒപ്റ്റിക്കൽ സൂമും 100x ഡിജിറ്റൽ സൂമും ആണ്, 15 സെന്റിമീറ്റർ മാക്രോ ആണ് വരുന്നത്. എഗെയിൻ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ സാംസങ്ങിന്റെ JN1 സെൻസറാണ്, 50 മെഗാപിക്സൽ ആണ്. പിന്നെ 15mm ഇക്വലന്റ് ഫോക്കൽ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ്
ഇതാണ് പ്രൈമറി ക്യാമറ എന്ന് പറയാവുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ക്യാമറ യു ഐ നോക്കാം. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു ക്യാമറ യു ഐ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാമറ യു എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഈ ക്യാമറ യു ഐ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല ഇവിടെ ഡിഫറെന്റ് മോഡ്സ് കാണാൻ സാധിക്കും. പോർട്രേറ്റ്, ഫോട്ടോ മോഡ്, വീഡിയോ പോർട്രേറ്റ് അവൈലബിൾ ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് മോഡ് പോയി കഴിഞ്ഞാലും കുറച്ച് ഓപ്ഷൻസ് കാണാം. ഹൈ റെസൊല്യൂഷൻ, നൈറ്റ് മോഡ്, പോർട്രേറ്റ് വീഡിയോ എടുക്കാൻ സാധിക്കും. പിന്നെ പോർട്രേറ്റ് മോഡിൽ പോയി കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് കിട്ടുന്ന 23, 35, 50mm, 85mm, 100mm ഇങ്ങനത്തെ 5 ഓപ്ഷൻസ് ആണ്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ ലാൻഡ്സ്കേപ്പ് മോഡ്, അതേപോലെ സ്ട്രീറ്റ് പോർട്രേറ്റ്സ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നാച്ചുറൽ പോർട്രേറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാം. അതിനൊപ്പം തന്നെ നമുക്ക് സൈസിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഓപ്ഷൻ കാണാം. ബയോട്ടാർ, സോണാർ, പ്ലാനാർ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആക്ച്വലി ലാൻഡ്സ്കേപ്പ് മോഡ് ഉണ്ട്. പിന്നെ നമ്മൾ റെഗുലർ വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1080p റെസൊല്യൂഷൻ ഉണ്ട്. 4K 60 FPS സപ്പോർട്ടഡ് ആണ് റിയർ ക്യാമറ. ഇനി ഫ്രണ്ട് ക്യാമറയിൽ 4K, യെസ് ഫൈനലി 4K 60 FPS ഫ്രണ്ട് ക്യാമറയിലുണ്ട്. അതൊരു ഡെഫിനറ്റ്ലി വെൽക്കം മൂവാണ്. അപ്പോൾ അതും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അടിപൊളി ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് കൂടി കാണും. അപ്പോൾ ഇതെല്ലാം വിവോ X200 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു കിഡിലൻ ക്യാമറ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് വന്നിട്ട്? ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻസിൽ ഒരു സൂപ്പർ ക്യാമറ എന്ന് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ് വിവോ X200 ക്യാമറ എക്സ്പീരിയൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5800 mAh ബാറ്ററി, നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. കഴിഞ്ഞ വർഷം എനിക്ക് വന്ന് 5000 ആയിരുന്നു, ഇപ്പോൾ 5800 ആണ്. ഫസ്റ്റ് സെമി സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയാണ് ഇന്ത്യയിലെ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതും ഇൻക്ലൂഡ് ആണ്. പിന്നെ 90 watt ചാർജിങ് സ്പീഡാണ് വരുന്നത്. അഗെയിൻ 90 watt ചാർജിങ് സ്പീഡ് എന്ന് പറയുമ്പോൾ അറൌണ്ട് 45 to 50 മിനിറ്റ്സിനുള്ളിൽ ഈ 5800 mAh ബാറ്ററി ചാർജ് ചെയ്ത് തീരുന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ. അപ്പോൾ ഓവറോൾ നല്ല ഒരു ബാറ്ററി ലൈഫും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇൻഫാക്ട് എൻ്റെ യൂസിൽ എനിക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫാണ്. നമ്മൾ ഡീറ്റെയിൽ ആയി ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യാം, കാരണം ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിശദമായി പറയാം. അപ്പോൾ ഓവറോൾ ബാറ്ററി എക്സ്പീരിയൻസും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഓവറോൾ പറയുക വിവോ X200 നല്ലൊരു അപ്ഗ്രേഡ് ആണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഡിമെൻസിറ്റി 9400 ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിൽ ക്വാഡ് കർവ് ഡിസ്പ്ലേ, ബാറ്ററി ടെക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ബാറ്ററി കപ്പാസിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ക്യാമറ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. പിന്നെ സോളിഡ് പെർഫോമൻസും. പിന്നെ FunTouchOS 15 ഉണ്ട്. അഗെയിൻ FunTouchOS ഡെഫിനറ്റ്ലി റിഫൈൻഡ് ആണെന്ന് പറയാം കഴിഞ്ഞ വർഷത്തെക്കാളും. എന്നാലും മേ ബി നോട്ട് അപ് ടു ദ മാർക്ക് ഓഫ് OxygenOS അല്ലെങ്കിൽ സാംസങ്ങിന്റെ One UI ഒക്കെ പോലെ അത്രയ്ക്ക് പോളിഷ്ഡ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ ഇതിന് പറയാവുന്നതാണ്. പക്ഷേ എന്നാലും എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ലാഗ്സോ ജിറ്റേഴ്സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഓവറോൾ നല്ല ഒരു പാക്കേജ് ആണ് പറയാം. എനിക്ക് തോന്നുന്നു ഇതിന് വില എനിക്കറിയില്ല, പ്രോബബ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് അറൌണ്ട് 69,000 അല്ലെങ്കിൽ 67,000 ആ റേഞ്ച് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല പ്രൈസിങ്. ബേസ് വേരിയന്റ് അറൌണ്ട് 65 to 69 ഇടയിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പ്രൈസിൽ. കഴിഞ്ഞ വർഷത്തൊക്കെ പോലെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു വിവോ X200 അൺബോക്സിങ്ങും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനും. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഡിവൈസ് നല്ലതാണോ, ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, എല്ലാം തന്നെ വിശദമായി കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.